ഓക്കെ, ശരി, തുടങ്ങുന്നാല്. എല്ലാവരെയും EFT ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമിലേക്ക് ഞാൻ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യാണ്. പിന്നെന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും നല്ല ഹാപ്പി അല്ലേ? സമാധാനത്തിലല്ലേ എല്ലാവരും ലൈഫ് പോണത്? അപ്പൊ ഇന്ന് ഞാന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ തെരഞ്ഞെടുത്തത് അതിനൊരു കാരണമുണ്ട്. ഇന്നലെ എനിക്കുണ്ടായ ഒരു അനുഭവം ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഞാൻ ഈ വിഷയം എടുത്തത്. സംസ്കാരം, നമ്മൾ അതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വിഷയം എടുക്കാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. ഇന്നലെ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയാണ്. അപ്പൊ ഈ പ്ലാറ്റ്ഫോം ശരിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാനൊരു അധ്യാപകനെ കാണാന് എൻ്റെ നാട്ടിൽ നിന്നും 10 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്കൂളിലേക്ക് പോയി. ആ സ്കൂളിലൊരു മാഷാണ് ഇത് ശരിയാക്കി തരുന്നത്. അപ്പൊ മൊബൈലും കൊണ്ട് പോയെങ്കിലേ അദ്ദേഹത്തിന് ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെന്ന സമയത്ത് സാറ് 2ാം ക്ലാസ്സിലുള്ളത്. അപ്പൊ ഞാൻ ആ ക്ലാസ്സിന്റെ പുറത്ത് ജനലിലൂടെ കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ പുറത്ത് നിന്ന്. അപ്പൊ 2 കുട്ടികൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ച് ചിരിക്കുന്നുണ്ട്. അതിലൊരാള് പോയി സാറോട് പറഞ്ഞ്, സാറേ, അവള് നിങ്ങളൊരു വലിയ ജാട ഉള്ള ആളാണ് എന്ന് പറയുന്നുണ്ട്. ആ ചിരിച്ചയിൽ ഉള്ള ഒരു കുട്ടിയാണ് ചെന്ന് സാറോട് പറയുന്നത്, നിങ്ങൾക്ക് ഭയങ്കര ജാടയാണ് എന്നാണ്. അപ്പൊ സാറ് പറഞ്ഞ്, ആ, എനിക്ക് ജാടയാണ്. അപ്പൊ അത് കേട്ട് ആ പറഞ്ഞ കുട്ടി സീറ്റിൽ വന്നിരുന്നപ്പോ മറ്റേ കുട്ടി പറയാണ്, ഞാൻ എന്നോട് പറഞ്ഞില്ലേ സാറ് ജാടയാണ്, അത് ശരി തന്നെയല്ലേ, ഇപ്പൊ സാറും സമ്മതിച്ചല്ലോ. അപ്പൊ ഈ 2ാം ക്ലാസ്സിലുള്ള കുട്ടി മറ്റൊരാളെ ഈ രൂപത്തിൽ സംസാരിക്കണമെങ്കിൽ ആ കുട്ടിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അന്തരീക്ഷം എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ കുട്ടികൾ ബാക്കിൽ നിന്ന് ഭയങ്കര കളിയാണ്. അപ്പോ ഈ കുട്ടികൾ പരസ്പരം എന്തൊക്കെയോ പറയാൻ പറ്റാത്ത വേർഡുകളാണ് കുട്ടികളെ പരസ്പരം വിളിക്കുന്നതൊക്കെ. എന്താ പൊട്ട, മണ്ട, തെണ്ടി എന്നൊക്കെ. ഇത്തരം സംസ്കാരങ്ങള് ഈ കുട്ടികൾ ഈ രൂപത്തിൽ പുറത്ത് പെരുമാറുന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള അന്തരീക്ഷം എന്താണ് എന്നുള്ളത് ഈ 2ാം ക്ലാസ്സിലെ കുട്ടി പറയുമ്പോ 7 വയസ്സാണ്. അപ്പോൾ ഈ നമ്മളെ വീട്ടിലുള്ള അവസ്ഥകളാണ് ഈ കുട്ടികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വീട്ടിലുള്ള സംസ്കാരം എന്താണ് എന്ന് ആ കുട്ടീനെ കണ്ടാൽ മനസ്സിലാക്കുക. ആർക്കെങ്കിലും അറിയും ആ ഫാമിലി വെച്ചാല് ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഈ കുട്ടികളുടെ സ്വഭാവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ ഞാൻ ഈ പോവാൻ ഒരുങ്ങിയ സമയത്താണ് എനിക്കൊരു കോള് വരുന്നത്, ഫോൺ കോള്. അപ്പൊ എന്നോട് പറഞ്ഞ്, ഞാൻ നിങ്ങളെ വീഡിയോ യൂട്യൂബിലൂടെ കണ്ടിട്ടാണ് വിളിക്കുന്നത്. എനിക്ക് നിങ്ങളടുത്തേക്ക് വരാൻ ഒരു മാർഗവും ഇല്ല. കാരണം ഞാൻ ഈ മാനസികാവസ്ഥയിലാണ് എന്നുള്ളത് എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും ഒന്നും അറിയൂല. അതുകൊണ്ട് ഞാൻ അഡ്രസ്സ് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരാം, നിങ്ങളൊന്ന് എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചു. ഒരു വല്ലാത്തൊരു ദയനീയത കലർന്ന സംസാരമായതുകൊണ്ട് എനിക്കൊരു പാവം തോന്നിയ കേട്ടപ്പം തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഞാൻ വരാം, ഏതായാലും ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്, ആ കൂട്ടത്തിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് സ്കൂളിൽ നിന്ന് പിന്നെ നേരെ ഈ വ്യക്തിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിലെത്തിയപ്പോ നല്ല വലിയ വീടും കാറൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ സത്യത്തിൽ ഞാൻ ചിന്തിച്ചത്, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭർത്താവിന് ഒക്കെ സ്വന്തം മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ പറ്റണില്ലല്ലോ റബ്ബേ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ ആ വ്യക്തിനെ കണ്ടു, പരിചയപ്പെട്ടു. അപ്പോ ആ വ്യക്തി ഞാൻ വിശദമായി ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഈ രൂപത്തിലായത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പാസ്റ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ കല്യാണം കഴിഞ്ഞൊക്കെ സമയത്ത് എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഭർത്താവിന്റെ വീട്ടുകാരും പലരും എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ഇങ്ങനെ സഹിച്ച് ജീവിതം മുന്നോട്ട് പോക്കി. ഇപ്പൊ ഓരോ വിഷമങ്ങൾ വരുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കുറെ ഇഷ്യൂസ് ആണ് ലൈഫിലൂടെ പോകുന്നത്. ബിസിനസ്സിൽ വരുമാനമല്ല, മക്കൾക്കൊക്കെ അസുഖം, എനിക്കും അസുഖം. കുറെ ടെസ്റ്റ് ആയിട്ടും മരുന്നായിട്ടും ഞാൻ ഒരുപാട് കുടിച്ച് അസുഖത്തിനൊരു മാറ്റമില്ല.
ഇങ്ങനെ ടെൻഷൻ കൂടി വരിക എന്നൊക്കെ ഒരുപാട് സംഗതികളാണ് ആ വ്യക്തി എന്നോട് പങ്കുവെച്ചത്. അപ്പോ പാസ്റ്റ് ലൈഫ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഒരുപാട് ഇഷ്യൂസിലൂടെയാണ് ആ വ്യക്തിയുടെ ലൈഫ് പോയത് എന്ന്. ഇങ്ങനെ ഒരുപാട് വീടുകളിൽ മക്കൾ മരുമക്കൾ തമ്മിൽ, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഭാര്യമാർ തമ്മിൽ ഒക്കെ ഇഷ്യൂസിലൂടെയാണ്, പ്രശ്നങ്ങളിലൂടെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ റിസൾട്ടുകളാണ് ആശുപത്രികളിലുള്ള തിരക്ക്. അപ്പോൾ എവിടെയൊക്കെയോ നമുക്ക് നല്ല സംസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ആ അനുഭവം എനിക്ക് ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വിഷയം എടുത്തത്. സംസ്കാരത്തിന് വളരെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അതുകൊണ്ടാണ് വേദഗ്രന്ഥങ്ങൾ, അതായത് ഭഗവത്ഗീതയും പരിശുദ്ധ ഖുർആനും ഒക്കെ നമ്മുടെ നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കി നമ്മുടെ വേദഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ പരിശുദ്ധ ഖുർആനിൽ ഗുജറാത്തിലും പല സൂറകളിലുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. നമ്മൾ ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് സംഗതികളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ ഒരുപാട് ഇതൊന്നും പാലിക്കാതെ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും മറ്റുള്ളവരെ തേടി പോവേണ്ടിയൊക്കെ വരുന്നത്. മരുന്ന് എത്ര കുടിച്ചിട്ടും സുഖപ്പെടാത്തതും ഒക്കെ ഈ കൾച്ചറിലുള്ള പോരായ്മകളാണ്. നമ്മൾ മറ്റുള്ളവരെ കളിയാക്കി സംസാരിക്കുന്നതിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനും മറ്റുള്ളവരെ താത്തിക്കെട്ടുന്നതിനും ഒന്നും നമുക്ക് ഒരു പ്രയാസമില്ല. നമുക്ക് എന്തോ ഒരു സന്തോഷമാണ് മറ്റുള്ളവരെ ഇങ്ങനെ മാനസികമായി വേദനിപ്പിക്കുമ്പോൾ. ആർക്കൊക്കെയോ ഇങ്ങനത്തെ ഒരു അവസ്ഥകൾ, ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് മെന്റൽ ഹെൽത്ത് കുറയും, മനസ്സിന്റെ ആരോഗ്യം കുറയും. ഈ മനസ്സിന്റെ ആരോഗ്യം കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കുറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ നമ്മൾ കാരണം മറ്റുള്ളവരാരും വേദനിക്കരുത്. മറ്റുള്ളവർ എൻ്റെ കീഴിൽ, ഞാനിപ്പോ ഒരു വീട്ടിലൊരു ഉമ്മയാണെങ്കിൽ എൻ്റെ എല്ലാ മക്കളോടും എനിക്ക് തുല്യ നീതിയോട് കൂടി പെരുമാറുവാനും എൻ്റെ ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് സന്തോഷമുള്ള, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ ഒരു കടമയാണ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ നിഷ്കളങ്കമായി നല്ലത് ചെയ്യുമ്പോൾ എനിക്ക് തിരിച്ചു കിട്ടുന്നത് നല്ലൊരു ജീവിതമാണ്. സന്തോഷമുള്ള, സമാധാനമുള്ള ജീവിതമാണ് എനിക്ക് പകരം തിരിച്ചു കിട്ടുക. പക്ഷെ എവിടെയൊക്കെയോ നമ്മളെ പൂർവികർക്ക് വന്ന പിഴവായിരിക്കാം, അല്ലെങ്കിൽ അതിനു മുന്നുള്ള ആളുകൾക്ക് വന്ന പിഴവുകളായിരിക്കാം ഈ രൂപത്തിൽ ഇപ്പോൾ സമൂഹം ഇങ്ങനെ എത്തിപ്പെട്ടത്. ഇതിന്റെയൊക്കെ റിസൾട്ടുകളാണ് ക്യാമ്പസുകളിലും കലാലയങ്ങളിലുമുള്ള അടിപിടികളും കച്ചറകളും ഒക്കെ സംഭവിക്കുന്നത്. നമ്മുടെയൊക്കെ അടുത്ത പ്രദേശങ്ങളിലെ സ്കൂളുകളിലൊക്കെ +2 ഡിഗ്രി തലങ്ങളിലൊക്കെ കുട്ടികൾ ഭയങ്കര ദേഷ്യവും വൈരാഗ്യവും പ്രശ്നങ്ങളിലൂടെയാണ് ഒലയൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും. നല്ലത് കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്, എങ്കിലും അധികം ഒരു ഭാഗം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ നമ്മൾ അടുത്ത പ്രദേശത്തുള്ള സ്കൂളിൽ മറ്റു പ്രദേശത്തു നിന്ന് കുട്ടികൾ വന്ന് അടിക്കുന്നുണ്ട്. എന്താ കാരണം? ഈ നാട്ടിലുള്ള കുട്ടികൾ അവിടെ എന്തോ സ്പോർട്സിനോ എന്തിനോ പോയി അവിടെ ഉണ്ടായിട്ടുള്ള അഭിപ്രായ പ്രശ്നങ്ങൾ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. അത് ആ കുട്ടികൾക്ക് പറ്റിയില്ല, അതിന് വന്ന് അടിക്കുക. അപ്പോ സ്നേഹവും കരുണയും വിട്ടുവീഴ്ചയും ഒക്കെ കുട്ടികൾ പഠിക്കുന്നതിന് പകരം പഠിക്കുന്നത് മുഴുവനും ദ്രോഹവും ദേഷ്യവും പകയും അസൂയയും കുശുമ്പും ഒക്കെയാണ്. അപ്പൊ ഓരോ വീടുകളിൽ നിന്നും ഈ കുട്ടികൾക്ക് ഈ രൂപത്തിലുള്ള കൾച്ചർ, സംസ്കാരം ലഭിച്ചത് കൊണ്ടാണ് സമൂഹത്തിൽ അതിന്റെ പ്രതിധ്വനി ഉണ്ടാവുന്നത്. നമ്മൾ എത്ര പള്ളികളും അമ്പലങ്ങളും ചർച്ചും കയറി ഇറങ്ങിയിട്ടും കാര്യമല്ല. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ, അല്ലെ നമ്മൾ കാരണം അടുത്ത തലമുറ നശിക്കരുത്. എൻ്റെ സ്വഭാവം കാരണം ഒരാളും മാനസികമായി വേദനിക്കരുത് എന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് നമ്മളിൽ ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. കാരണം നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നന്നായി എന്ത് ചെയ്യും, ആരാധനകളുമായിട്ട് കഴിയും.
4 മണിക്ക് എണീച്ച് ചെയ്യും. അമ്പലത്തിൽ പോകുന്നവരുണ്ട്. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോകുന്നവരുണ്ട്. അതുപോലെ പള്ളിയിൽ പോകുന്ന ആളുകളുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലതാണ്, വേണ്ടാന്നല്ല. അതോടൊപ്പം തന്നെ അതിലേറെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇത്തരം സംഗതികളൊക്കെ. നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കാരണം, നമ്മുടെ നാവ് കാരണം ഒരാളും വേദനിക്കരുത് എന്ന ഒരു പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ദൈവികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു നല്ല ഒരു സന്തോഷമുള്ള സമാധാനമുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മളിൽ അധിക പേരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇതുപോലെയുള്ള ഘട്ടങ്ങളിലൂടെ പോകുന്ന ആളുകളാണ് ഒരു 50 വയസ്സ് കഴിഞ്ഞാല് ഇങ്ങനെ പല പ്രയാസങ്ങളിലൂടെയും, ഇപ്പൊ കല്യാണത്തിന് മുന്നേയും പല പ്രശ്നങ്ങളിലൂടെ പോകുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ഒരു കല്യാണം കഴിഞ്ഞാൽ അതിനേക്കാളേറെ പ്രശ്നത്തിലേക്കാണ് പൊതുവെ എത്തിപ്പെടല്. എന്താ, പിടിച്ചതില് വലുത് മാളത്തിൽ എന്ന് പറഞ്ഞ മാതിരിയാണ് അധികം ആളുകളുടെയും ലൈഫ് ഉണ്ടാവല്. സ്വന്തം വീട്ടില് സ്വസ്ഥത ഇല്ലാതെ പോന്നിട്ടുണ്ടെങ്കിൽ അത്രയും സ്വസ്ഥത ഇല്ലാത്തൊരു കുടുംബത്തിലേക്കായിരിക്കും ഇവരെത്തിപ്പെടല്. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. കാരണം നമ്മള് പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ നമ്മളെ ചിന്തകൾ മുഴുവനും അതായിരിക്കും ഉണ്ടാവല്. ഞാൻ ഇങ്ങനെ വിഷമത്തിലാണല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു സമാധാനം ഇല്ലല്ലോ, അല്ലെ സന്തോഷമില്ലല്ലോ, എല്ലാവരും എനിക്ക് എതിരാണല്ലോ, എന്നെ എല്ലാവരും കളിയാക്കാണല്ലോ, അല്ലെ കുറ്റപ്പെടുത്താണല്ലോ, ഞാൻ ഭംഗിയില്ലല്ലോ എന്നിങ്ങനെയുള്ള ചിന്തകളിലൂടെ പോകുമ്പോ അത് മനസ്സിലാവണമെങ്കിൽ ഒരു തിയറി പറയണം. അതായത് കാന്തം ഇരുമ്പിനെ ആകർഷിക്കും. അതുപോലെ എന്ത് സാധനം എത്ര മുകളിൽ നിന്ന് വീണാലും ഭൂമിയിലേക്കാണ് എത്തിപ്പെടുക. ഇതുപോലെ നമ്മളെ മനസ്സിനുമുണ്ട് ഒരു ആകർഷണ സിദ്ധാന്തം. നമ്മുടെ ചിന്തകൾ എന്താണോ, നമുക്ക് ശരിക്ക് കഷ്ടപ്പാട് പ്രയാസവും ഒന്നും ഇഷ്ടമല്ല. പക്ഷെ നമ്മളെ ചിന്തകൾ മുഴുവനും എനിക്ക് പണമില്ലല്ലോ, ഞാൻ പ്രയാസത്തിലാണല്ലോ, രോഗത്തിലാണല്ലോ, കഷ്ടപ്പാടാണല്ലോ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ ഭംഗിയില്ലല്ലോ, എനിക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ എന്നിങ്ങനെയുള്ള നെഗറ്റീവിലാണ്. നമ്മളെ കൾച്ചറിലൂടെ നമുക്ക് കിട്ടിയത് അതാണ്. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും പാരന്റ്സിലൂടെയും മറ്റുള്ളവരിലൂടെയും ഒക്കെ കിട്ടിയത് അതാണ്. കാരണം നമ്മൾ ബുദ്ധി വെച്ച് വരുമ്പോഴൊക്കെ ഉമ്മയും ഇപ്പയും പല സംഗതിക്കും ആശുപത്രി കയറി ഇറങ്ങണം നമ്മൾ കാണുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ പോകുന്ന ഒരു ഇമേജ് ഉണ്ട്, ഇങ്ങനെ ആശുപത്രിയിൽ പോവാന്നുള്ളൊരു നിർബന്ധമാണ്. അസുഖങ്ങൾ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്, അപ്പൊ ഞാൻ ഇങ്ങനെ ആശുപത്രിയിലേക്ക് പോകണം എന്നുള്ള ഒരു കൾച്ചറിലൂടെയാണ് നമ്മുടെ മുന്നിലുള്ള മക്കൾ വളർന്നു വരുന്നത്. അപ്പൊ ഇതിനനുസരിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുക. അപ്പൊ ആ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ പ്രശ്നങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് പിടിച്ചതിലും വലുത് മാളത്തിൽ എന്നുള്ള അവസ്ഥയിൽ. ഞാനിപ്പോ എന്റെ വീട്ടിൽ സമാധാനമില്ലാതെയാണ് വളർന്നതെങ്കിൽ, എന്റെ ഉമ്മയും ഉപ്പയും അല്ലെ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് വല്ല പ്രയാസങ്ങളും നേരിടുന്ന ഒരു അവസ്ഥയിലാണ് എന്റെ ലൈഫ് ഉണ്ടായതെങ്കിൽ, ഉദാഹരണമാണ് കേട്ടോ, ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എന്റെ ചിന്ത മൊത്തം അതായിരിക്കും. അപ്പൊ ഞാൻ എത്തിപ്പെടുക അതുപോലെ പ്രയാസമുള്ള പ്രശ്നങ്ങളുള്ള ഒരു ഫാമിലിയിലേക്കായിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ ആണിത്. അതായത് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ഉപബോധ മനസ്സിന് അറിയില്ല നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. രോഗമാണോ വേണ്ടത്, കഷ്ടപ്പാടാണോ വേണ്ടത്, സമ്പത്താണോ വേണ്ടത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല. ബോധ മനസ്സ് എന്ത് ചിന്തകൾ കൊടുക്കുന്നുവോ അതാണ് ഉപബോധ മനസ്സ് പിടിച്ച് നമ്മളെ ലൈഫിൽ നമുക്ക് വേണ്ടത് തരുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെയും ഇതൊന്നും മനസ്സിലാക്കാതെയുമാണ് നമ്മൾ ഇങ്ങനെ എന്നും രോഗമാണല്ലോ, എന്നും കഷ്ടപ്പാടാണല്ലോ, എന്നും പ്രയാസാണല്ലോ, ഇങ്ങനെ നമ്മളെ ചിന്തകൾ മുന്നോട്ട് നീക്കും. അതിനനുസരിച്ച് ലൈഫ് മുന്നോട്ട് പോകുന്തോറും 40-ലുള്ള അനുഭവമല്ല 50-ലെത്തുമ്പോ, 50-ലുള്ള അനുഭവമല്ല 60-ലെത്തുമ്പോ ഇങ്ങനെ പ്രയാസങ്ങളിലൂടെ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കും. കാരണം നമുക്ക് കിട്ടിയ കൾച്ചർ നല്ലതല്ല, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നല്ലതല്ല, ഒക്കെ നെഗറ്റീവ്. ആരും ശരിയില്ല, ഞാനും ശരിയില്ല, നീയും ശരിയില്ല എന്ന് പറയുന്ന ഒരു ശരിയില്ല പറയുന്ന നെഗറ്റീവ് അന്തരീക്ഷത്തിലാണ് അറിയാതെ നമ്മൾ വളരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ വ്യക്തികളിലും അല്ല എല്ലാ ഫാമിലിയിലും എന്ന് പറയും പോലെ ഒരു 70% ഫാമിലികളിലും ഭയങ്കര ദേഷ്യം, പേടി തുടങ്ങിയ നെഗറ്റീവ് ഇമോഷൻസ് ആണ് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്തെങ്കിലും തമാശ ആയിരിക്കും ചിലപ്പോ പറയല്, അത് പൊട്ടിത്തെറിയായിട്ട് മാറും. അതുപോലെ നിസ്സാര കാര്യങ്ങൾക്ക് വരെ ദേഷ്യം പിടിക്കുക. ചെറുപ്പത്തിലേ പേടിച്ച് പോരുന്നത് കൊണ്ടാണ് എല്ലാ സംഗതികൾക്കും ഒരു പേടി. മറ്റുള്ളവരെ കണ്ടാൽ സംസാരിക്കാൻ ഒരു ഇഷ്ടമല്ല.
ഇഷ്ടമല്ല എന്നല്ല, എന്ത് സംസാരിക്കും, എങ്ങനെ സംസാരിക്കും എന്ന് അറിയാത്തൊരവസ്ഥ. അതുപോലെ കുറെ ഇമോഷൻസ് ഉണ്ട് നമ്മളെ ഈ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് ഇമോഷൻസ് നമുക്കുണ്ട്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ കൾച്ചറിൽ വരുന്ന കൾച്ചർ ശരിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിലേക്ക് ആയി പോകുന്നത്. നമ്മൾ ശരിയായെങ്കിലേ, നമ്മൾ കൾച്ചർ ശ്രദ്ധിച്ചെങ്കിലേ എന്താവുള്ളൂ, നല്ലൊരു സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് ഉള്ള ഒരു ഘടകമാണ് എന്ത്, EFT എന്നുള്ളത്, ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക്. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള രണ്ടാമത്തെ ഒരു ഘടകമാണ് നമ്മുടെ ഉള്ളിലുള്ള എനർജിയെ, ആത്മാവിനെ, മനസ്സിനെ പറ്റി പഠിക്കുക എന്നുള്ളത്. ഇങ്ങനെ കേടാവുന്നത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ, ഈ നെഗറ്റീവിലൂടെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളെ വീട്ടിലുള്ള ഒരു വണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനം, അതൊക്കെ കേടായാൽ നമ്മൾ വേഗം എത്ര പൈസ ഇല്ലെങ്കിലും എങ്ങനെങ്കിലും ഉണ്ടാക്കി നമ്മളത് നന്നാക്കുന്ന ഷോപ്പുകളിലോ സ്ഥലത്തോ എത്തിക്കും. പക്ഷെ നമ്മളെ ഉള്ളിലുള്ള ഈ എനർജി, ഒരുപാട് ഞാൻ മരുന്ന് കുടിച്ച് ഒരുപാട് അസുഖങ്ങൾ, അവിടെ വേദന, ഇവിടെ വേദന, അല്ലെങ്കിൽ വേറെ വയറ് സംബന്ധമായിട്ടുള്ള വേദന, ഈ ടെൻഷനിലൂടെ പോകുന്ന ആളുകള് അധികവും വയറാണ് ആദ്യം പിടിക്കപ്പെടുക. വയറില് ദഹന പ്രശ്നങ്ങള്, അവിടുന്ന് തുടങ്ങും നമ്മളെ പ്രശ്നങ്ങള്, ഗ്യാസ്, അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ ഇത്രയും കാലം മരുന്ന് കുടിച്ചിട്ടും എനിക്ക് ശരിയാവാത്തത്, എവിടെയാണ് എനിക്ക് പിഴച്ചത്, ഇതൊന്നും നമ്മൾ നോക്കൂല. എന്നിട്ട് പോവും പിന്നെ മരുന്ന് കുടിക്കാൻ. മരുന്ന് കുടിച്ച് 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 നമ്മളെ തടി ഒരു സൈഡാക്കാൻ നമുക്ക് ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എൻ്റെ പാസ്റ്റ് അനുഭവങ്ങൾ, എന്നെ വേദനിപ്പിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, എൻ്റെ ഉള്ളിലുള്ള എനർജിയെ, മനസ്സിനെ ഞാൻ മനസ്സിലാക്കാതെ ജീവിച്ചതാണ് ഞാൻ ഈ രൂപത്തിലെത്താൻ കാരണം എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യൂല, ചിന്തിക്കൂല, മനസ്സിലാക്കൂല. എന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളായി, പരിഭവങ്ങളായി, അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്ത് ചെയ്ത് ജീവിതം ഒരു സന്തോഷവും ഇല്ലാതെ, എല്ലാം ഉണ്ട്, വീടുണ്ട്, കാറുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, പേരമക്കളുണ്ട്, പക്ഷെ ഒരു സന്തോഷമില്ലാതെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോക്കുക. ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമ്മളെ രോഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ രണ്ട് ഘടകം, ഒന്ന് ദേഷ്യമാണ്, ഒന്ന് പേടി, പിന്നെ ഉത്കണ്ഠ, അതായത് ഭാവിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ബേജാറ്. എവിടെ നാളെ ജീവിക്കോ എന്നുള്ളത് വരെ നമുക്ക് അറിയില്ല. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു സിമ്മ് ഉള്ളിലിട്ടാ നമ്മളൊക്കെ നടക്കുന്നത്. ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനം, അല്ലെ ഫ്രിഡ്ജോ മെഷീനോ, അതിനൊക്കെ വാറണ്ടി ഉണ്ടാവും, ഇത്ര വർഷം, അല്ലെ ഇനി വർഷത്തിന്റെ അടുക്ക് കേട് വന്നാൽ ഞങ്ങൾ നന്നാക്കി തരും എന്ന്. അത് തരുമ്പം തന്നെ ആൾക്കാർ, അതിന്റെ നിർമ്മാതാക്കൾ പറയും. പക്ഷെ അത്ര പോലും നമുക്ക് ഈ എനർജി തന്നപ്പോ നമ്മളെ റബ്ബ് പറഞ്ഞിട്ടില്ല, സൃഷ്ടാവ് നമ്മളോട് പറഞ്ഞില്ല എന്നാണ് അത് തിരിച്ചെടുക്കുക എന്നുള്ളത്. എന്നിട്ട് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഈ സാധനം ഉള്ളിലിട്ട് നടക്കുന്ന നമ്മള് ഭാവി ആലോചിച്ചിട്ടാണ് കൂടുതൽ ആശങ്കപ്പെടുക. മക്കളെന്താവും, അവരെങ്ങനെ ജീവിക്കും, അവർക്ക് എന്തോ ഒരു പ്രശ്നം വരുമ്പോൾക്ക് താങ്ങാൻ പറ്റാതെ, മക്കളെയും ഭർത്താവിനെയും ഭാര്യനെയും ഒക്കെ അമിതമായി സ്നേഹിച്ചിട്ട് അവസാനം നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ അവരിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് പ്രയാസം വരുമ്പോ നോക്കണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരണം, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ അവരെ സ്നേഹിച്ചതും അവരെ നോക്കിയതും ഒക്കെ. അവസാനം നമുക്ക് രോഗങ്ങളായി, പ്രയാസമായി, എണീക്കാൻ പറ്റാത്ത അവസ്ഥയായി, അവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചത് ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കുക. എന്നിട്ട് പിന്നെ ഉള്ള രോഗത്തിൽ കൂടുതൽ രോഗങ്ങൾ ഇങ്ങനെ വാങ്ങിയോണ്ട് ഉള്ള ഒരു ലൈഫ്. സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഈ ലൈഫിനെയാണ് നമ്മൾ ഈ രൂപത്തിലേക്ക് നീക്കുന്നത്. അപ്പോൾ കുറെ കുടുംബങ്ങളെ പറ്റി ഞാൻ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു സത്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാണ്. കാരണം എൻ്റെ 8ാം വയസ്സിൽ എൻ്റെ ഉപ്പ മരിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ എത്തിപ്പെട്ട വീടും ഉപ്പയും ഈ നല്ല സ്നേഹമുള്ള നല്ലൊരു വീടാണ്. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയാതെ പോയി. അപ്പം കുറെ കേസ്, കുറെ ആളുകൾ നമ്മളെ മുന്നിൽ വന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇത് വലിയ ഒരു
വിഷയമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അധിക വീടുകളിലും ഗ്രാൻഡ് പാരൻസ്, അതായത് ഈ മക്കൾ, വല്യമ്മയും വല്യപ്പമാരും നല്ല സ്നേഹമുള്ള ഒരു ജീവിതം കാണിച്ചു കൊടുക്കേണ്ടതിന് പകരം മക്കൾക്കും മരുമക്കൾക്കും പേരമക്കൾക്കും നല്ല സ്നേഹമുള്ള ഒരു അന്തരീക്ഷം കാണിച്ചു കൊടുക്കേണ്ടതിന് പകരം ഇവര് രണ്ടാളും രണ്ട് റൂമില് എന്തോ ഒരു സംഗതി മെല്ലെ ഒന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന രൂപത്തിലുള്ള മറുപടികൾ. ഞാൻ ഒരു കഴിഞ്ഞ മാസം അതുപോലെ കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു വീട്ടിലേക്ക് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. ഈ രൂപത്തിൽ ഇവര് രണ്ടാളും സംസാരിക്കുമ്പോൾ ആ വീട്ടിലുള്ള മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ്? എന്നിട്ടോ പല രോഗങ്ങളായിക്കൊണ്ട് ഈ ആശുപത്രിയിൽ ഇങ്ങനെ മാസങ്ങളോളം കഴിയേണ്ട ഒരവസ്ഥ. എവിടെയോ നമുക്ക് സ്നേഹം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയാതെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വിള്ളലുകൾ സംഭവിച്ചത് ഇതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. കാരണം സ്നേഹം എന്താണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 7 വയസ്സായ ഒരു കുട്ടിയാണ് ഈ രൂപത്തിൽ സംസാരിച്ചത്. അപ്പൊ ആ കുട്ടിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ കൾച്ചർ ഇതാണ്. ഇതുപോലെ സ്നേഹം എന്താണ് എന്നുള്ളത് നമ്മളെ ഗ്രാൻഡ് പാരൻസിൽ നിന്നും നമ്മുടെ പാരൻസിൽ നിന്നും നമ്മളിൽ നിന്നുമാണ് നമ്മളെ മുന്നിലുള്ള മക്കൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നിസ്സാര കാര്യങ്ങൾക്ക് വരെ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റവും സമീപനവുമാണ് നമ്മൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എത്ര പള്ളിയിലും അമ്പലത്തിലും പോയിട്ട് കാര്യമുണ്ടോ? ചർച്ചിലൊക്കെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് നമ്മുടെ റബ്ബ് സ്വീകരിക്കും? അത് ശരിക്കും നമ്മളൊന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല ഇതൊക്കെ. എത്രയോ വീടുകളിൽ ഉണ്ട് എന്നാണ് ഇപ്പം കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ പറയുന്നത്. ഞാൻ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് പരീക്ഷണാർത്ഥം ഞാൻ ചോദിക്കലാണ് ഓരോരുത്തരോട്, എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളെ ഗ്രാൻഡ് പാരൻസ് അല്ലെ ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും എങ്ങനെയാണ്? നല്ല സ്നേഹത്തിലാണോ, അല്ലെങ്കിൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്ന അവസ്ഥയാണോ എന്നുള്ളത്. അപ്പൊ സ്നേഹത്തിലാണ് എന്നുള്ളത് അപൂർവമായിട്ടേ കേൾക്കുന്നുള്ളൂ. നമ്മൾ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു പ്രശ്നമാണ്, ഒരു സംഗതിയാണ് ഈ കൾച്ചർ എന്നുള്ളത്, സംസ്കാരം എന്നുള്ളത്. കാരണം ഇവര് എന്തുകൊണ്ട് ഇങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, എന്ന് നമ്മൾ പഠനം നടത്തിയാല് ഇവർക്ക് ഒരു ബാല്യകാലമുണ്ട്. കുറെ വർഷങ്ങൾക്ക് പിന്നോട്ട് പോകുമ്പോ ഇവര് ജീവിച്ച ഒരു ഘട്ടമുണ്ട്. കാരണം അന്നത്തേക്ക് കാലം എന്ന് പറഞ്ഞാൽ ഇന്ന് കുറെ മാറ്റമുണ്ട്. ഇന്നത്തെ ടീനേജ് കുട്ടികളും ഇന്നത്തെ ആളുകളും ജീവിതത്തോടുള്ള കൺസെപ്റ്റിലും നല്ല മാറ്റം വന്നിട്ടുണ്ട്. അന്നുള്ളവർ അങ്ങനെയല്ല. അന്നുള്ളവര് കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ ഭാര്യയും ഭർത്താവും കാണുന്നത് തന്നെ. അന്നത്തെ ഉമ്മയും പോയി കണ്ടിട്ടായിരിക്കും ഇവരെ കല്യാണം ഉണ്ടാവല്. എത്രയോ ആളുകൾ പറയലുണ്ട്, കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞാരെയാണ് ഭർത്താവിനെ കണ്ടത്, പരിചയപ്പെട്ടതെന്നൊക്കെ. അപ്പോ അന്ന് പേടിക്ക് ഒരാൾ കൂടെ പോവലുണ്ട് എന്നൊക്കെയാണ് കേട്ടത്. ഞാൻ ചരിത്രം പണ്ടത്തെ അവസ്ഥകൾ പഠിച്ചപ്പോൾ മനസ്സിലായ സംഗതിയാണ്. അങ്ങനെ പരസ്പരം മനസ്സിലാക്കാതെയും ഇഷ്ടപ്പെടാതെയും ഒക്കെയാണ് പല വിവാഹങ്ങളും നടന്നിട്ടുണ്ടാവും. പിന്നെ ഈ ചെറിയ കുട്ടികൾ നമ്മളെ കയ്യിലുണ്ടാവുമ്പോ ഏജിൽ വ്യത്യാസമില്ലാതെ, ഡിഫറെന്റ് ഇല്ലാതെ നമ്മളെ കയ്യിൽ കുട്ടികൾ ഉണ്ടാവുമ്പോ ആ എല്ലാവരുടെ ലൈഫിലും പോകുന്ന ഒരു ഘടകമാണിത്. അവിടുന്നാണ് ഈ ഭാര്യയും ഭർത്താവും എന്താവല് മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. കാരണം ഒരു കുട്ടിക്ക് 7 വയസ്സ്, അല്ലെ ഒരു കുട്ടിക്ക് 9 വയസ്സ്, അല്ലെ ഒരു കുട്ടിക്ക് 4 വയസ്സ്, ഇങ്ങനെ വ്യത്യാസമില്ലാതുള്ള ഒരു ഉമ്മക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ആ ഉമ്മക്ക് ഒരു സ്വസ്ഥത ഉള്ള ഒരു സമയം ഉണ്ടാവില്ല. എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് എപ്പോഴും മക്കൾ വരും, അല്ലെങ്കിൽ കുടുംബത്തിന്റെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ ഈ സമയത്തൊന്നും ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന രൂപത്തിൽ സെക്സ് സംബന്ധമായിട്ടൊന്നും ഒരു ഭാര്യക്ക് നിന്ന് കൊടുക്കാൻ എന്നും കഴിയൂല, എപ്പോഴും കഴിയൂല. അപ്പൊ ഇത്തരം സംഭവങ്ങളിൽ നിന്നാണ് അധിക കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യല്. പക്ഷെ ഇതാരും ആരോട് പറയൂല. അങ്ങനെ ഈ ദേഷ്യം മനസ്സിലിട്ട് കൊണ്ട് നടന്ന് പരസ്പരം വെറുക്കാൻ തുടങ്ങും. ഇതെന്നുള്ളതല്ല, ഒരുപാട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലാ സ്ത്രീകളും ഒരു ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നതായിരിക്കും. നമ്മളെ സംസ്കാരം അങ്ങനെയാണല്ലോ. അപ്പൊ വരുന്ന സമയത്ത്
ആ വീട്ടുകാര്, ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ നല്ല സ്വഭാവമുള്ളവരും വന്ന് കയറുന്ന പെണ്ണില് എന്തെല്ലാം കുറ്റങ്ങൾ ഉണ്ട് എന്നുള്ള ഈ സൂക്ഷ്മ കണ്ണാടി വെച്ചുകൊണ്ട് നോക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവല്. എന്നാൽ ഈ മക്കൾക്ക് വരുന്ന തെറ്റിനെ സ്നേഹത്തോടെ തിരുത്താൻ അവർക്ക് അറിയില്ല. അത് കുറ്റപ്പെടുത്തി ഈ ഒരു കാലത്തും ശരിയാവില്ല, ഈ എന്നെ കാണാൻ വന്നപ്പം തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ എങ്ങനോ അത് നടന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം മാനസികമായി തകർക്കാൻ പറ്റുമോ, എത്രത്തോളം വെറുപ്പിക്കാൻ കഴിയോ അത്രയും വെറുപ്പിച്ചിട്ടുണ്ടാവും വിവിധ കുടുംബങ്ങളിലൊക്കെ. അവിടുന്നാണ്, ഇങ്ങനെയാണ് നമ്മളെയൊക്കെ ജീവിതത്തിന്റെ ഒരു യാത്ര ആരംഭിക്കുന്നത്. അപ്പൊ കൾച്ചർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അവിടുന്ന് ഇങ്ങനെ പോന്നിട്ട് അപ്പൊ ഈ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ എവിടെയാണ് തെറ്റിയത് എന്നുള്ളാട്ടോ പറഞ്ഞു വരുന്നത്. ഞാൻ പഠിച്ച വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എനിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ ചിന്ത മുഴുവനും ഒരു ഭാര്യ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും, അപ്പൊ ആ അഭിപ്രായത്തിന് സ്നേഹത്തോടുള്ള പ്രതികരണമല്ല ഭർത്താവ് കൊടുക്കല്, എന്ന് പറഞ്ഞ് പൊട്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഈ ഭാര്യ വിഷമിച്ച് വിഷമിച്ച് എന്റെ മൂപ്പര് ഇങ്ങനെ ആയി പോയല്ലോ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും, എന്നിലൊരു തെറ്റും ഇല്ല എന്നുള്ള നിലക്കാണ് ഈ ഭാര്യന്റെ ചിന്ത മുഴുവൻ ഉണ്ടാവല്. ആ മനുഷ്യനും നല്ലോണം തലോടി നല്ല സ്നേഹം പ്രകടിപ്പിച്ച് നല്ല ആ മനുഷ്യനെ കേൾക്കാനുള്ള ഒരു മനസ്സും അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ടും കൊടുത്താല് അതവിടെ പ്രശ്നം തീരും. പക്ഷെ ഇത് മനസ്സിലാക്കൂല, നമ്മളെ ഈഗോ അപ്പാടെ വർക്ക് ചെയ്യും. ഞാൻ അപ്പൊ അങ്ങനൊക്കെ നിന്നാപ്പോ ഞാൻ താന്നു പോവൂലേ, മൂപ്പര് പൊന്തി പോവൂലേ, അല്ലെ അദ്ദേഹം ചിന്തിക്കും ഞാൻ ഇങ്ങനെ താന്നു നിന്നാല് ഭാര്യ പൊന്തി പോവൂലേ. ഈ ഈഗോ ആണ് പിന്നെ ഓരോ ഫാമിലിയിലും വർക്ക് ചെയ്യുന്നത്. അപ്പൊ കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ എന്തുണ്ടാവും, പല ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടാവും. അവിടുന്ന് പിന്നെ ഈ ആഗ്രഹത്തിനനുസരിച്ചല്ല തന്റെ ഇണ എന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെ എന്റെ ആഗ്രഹത്തിനും പ്രതീക്ഷകൾക്കും അനുസരിച്ചുള്ള ഒരു ഭാര്യനെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഒരു ഭർത്താവ് മനസ്സിലാക്കുമ്പോൾ അവിടുന്ന് തുടങ്ങും. പിന്നെ അടുത്ത ഘടകം ഇതാണ്. സെക്സിന്റെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ഘടകം ഇങ്ങനെയാണ് വിള്ളലുകൾ വരുന്നത്. ബന്ധങ്ങളിൽ വിള്ളലുകൾ ഈ രൂപത്തിൽ സംഭവിക്കും. എന്നിട്ട് ഇങ്ങനെ വിഷമിച്ചും സങ്കടപ്പെട്ടും ആരോടും പറയാതെയും ഉള്ളിൽ ഒതുക്കി 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 ചിലപ്പോൾ ഒരു ദിവസം അറ്റാക്കാന്ന് പറഞ്ഞ് കേൾക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസിലൂടെ പോകുമ്പോൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ സാമ്പത്തികമായിട്ടൊരു പുരോഗതി ഉണ്ടാവില്ല. സന്തോഷമുള്ള മനസ്സിനും നല്ല സ്നേഹമുള്ള ഒരു ചുറ്റുപാടിനെ ഈ പണം അട്രാക്ട് ചെയ്യപ്പെട്ടുള്ളൂ. എനർജി, അതായത് പണം ഒരു എനർജിയാണ്. അപ്പൊ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളുമായിട്ട് ലൈഫിനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ എനർജി അട്രാക്ട് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. എന്നിട്ട് പിന്നെ ടെൻഷൻ മുഴുവൻ എനിക്ക് എന്റെ ആവശ്യത്തിന് പണമില്ലല്ലോ, എന്നിലേക്ക് പൈസ വരുന്നില്ലല്ലോ, അതായി. നമ്മൾ ആരും ജീവിതം പഠിക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ പഠിക്കണ മുഴുവനും അപ്പുറത്തുള്ളവർക്ക് നല്ല വീടുണ്ട്, വലിയ കാറുണ്ട്, എന്റെ വീട് ചെറുതായി പോയി, ഞാൻ പണം ഇല്ലാത്തവനായി പോയി, അല്ലെ പൈസ ഇല്ലാത്തവളായി പോയി, എനിക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും, ചിലപ്പോൾ ആധാരം കൊണ്ടുവച്ചിട്ടായിരിക്കും ഓലെ പോലുള്ള വീടും കാറും ഒക്കെ നമ്മൾ വാങ്ങുന്നത്. ഇങ്ങനെ ജീവിതം പഠിക്കാൻ ആരും ശ്രദ്ധിക്കുന്നില്ല. വേറെന്തൊക്കെയോ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ പഠനമൊന്നും, ജീവിതം പഠിക്കുമ്പോഴേ നമുക്ക് സന്തോഷം തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഓരോ ബന്ധങ്ങളിലും വിള്ളലുകൾ സംഭവിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ പറയും എന്റെ അപ്പിയമ്മി എന്നും കച്ചറയാണ്, അല്ല എന്റെ അമ്മായിമ്മി അമ്മോഷാക്കി എന്നും കച്ചറയാണ്, ഓലൊരു സ്നേഹത്ത് നിൽക്കുന്നതേ നമ്മൾ കാണില്ല. ഈ ചുറ്റുപാടിൽ വളരുന്ന മക്കൾ പിന്നെ എങ്ങനെയാ നന്നാവല്? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മൾ മലർന്ന് കിടന്ന് തുപ്പുക എന്ന് പറയും. അതായത് മലർന്ന് കിടന്ന് തുപ്പുമ്പോൾ നമ്മളെ നെഞ്ഞത്തേക്ക് തന്നെയാണ് ആ തുപ്പല് വരുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ എങ്ങനെ നമ്മളെ പേരമക്കളോ അല്ലെ നമ്മുടെ മക്കളോ കല്യാണം കഴിഞ്ഞാൽ സന്തോഷത്തിൽ ജീവിക്കുക? അവര് മനസ്സിലാക്കുന്നത്, അവരെ നമ്മൾ പറയാതെ പഠിപ്പിക്കുന്നത് എന്താണ്? കല്യാണം കഴിഞ്ഞാല് 4 ദിവസം കഴിഞ്ഞ് കച്ചറ ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം എന്നല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. വെറുപ്പുണ്ടാവണം, ദേഷ്യം ഉണ്ടാവണം. ഇതാണ് നമ്മൾ പറയാതെ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്നല്ല നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾ തന്നെ അവരോട്, നമ്മൾ ജ്യേഷ്ഠനും അനിയനുമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും,
എന്നിട്ട് അവരുമായിട്ട് സഹകരിക്കാതെ അല്ല അവരുമായിട്ട് അവരുടെ അടുത്തേക്കൊന്നും പോവാതെ ഉള്ള ഒരു നിലപാടാണ് നമ്മൾ നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് പരസ്പര സ്നേഹം എന്നുള്ളത് ഈ മക്കൾ മനസ്സിലാക്കുന്നത്? അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പസുകളിലും പുറത്തൊക്കെ ഇങ്ങനെയുള്ള കച്ചറകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൾച്ചറിന് നല്ല പ്രാധാന്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന സ്വഭാവത്തിന് ഇതിൽ നല്ലതേത് ചീത്ത ഏത്, എന്റെ സ്വഭാവം എന്തൊക്കെയാണ്, ഞാൻ മറ്റുള്ളവരെ കളിയാക്കുന്നുണ്ടോ, ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ടോ, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നിങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു ചിന്തകളെ നമ്മൾ നീക്കണം. എങ്കിൽ മാത്രമേ ഓരോ വ്യക്തിയുടെ ഉള്ളിലും നന്നാവുമ്പോഴേ ആ കുടുംബം നന്നാവുള്ളൂ. അങ്ങനെ ഓരോ കുടുംബവും നന്നാവുമ്പോഴേ സമൂഹം നന്നാവുള്ളൂ. ഇങ്ങനെ നന്നാവാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, നമ്മൾ കാരണം മറ്റുള്ളവർ വേദനിക്കുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വേദനിക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. കാരണം ഭൂമി ഉരുണ്ടിട്ടാണ്. ഭൂമി ഉരുണ്ടിട്ടാണ്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ മറ്റുള്ളവരെ വെറുപ്പിക്കുകയും വിഷമിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടാണ് ഞാൻ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങൾക്കും കാരണം ഞാൻ എൻ്റെ പാസ്റ്റ് ലൈഫിൽ മറ്റുള്ളവരെ വെറുപ്പിച്ചതും സങ്കടപ്പെടുത്തിയതും കുറ്റപ്പെടുത്തിയതും ഒക്കെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ എൻ്റെ വിധിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നന്നാവാൻ കഴിയൂല. കാരണം എനിക്കൊരു പങ്കുമില്ല, എല്ലാം എൻ്റെ അള്ളാഹ് എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പഠിച്ച മുഴുവൻ പരീക്ഷണം, ലൈഫിൽ പരീക്ഷണം ഉണ്ടാവുന്നതാണ്. ഈ പരീക്ഷണം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നില്ല. പടച്ചോൻ ഓരോ കുടുംബത്തിനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന തെറ്റിന് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പൊ നമ്മളെ ടീനേജ് മക്കൾ ഈ രൂപത്തില് ശത്രുതയും വൈരാഗ്യവും കുശുമ്പും അസൂയയും പകയും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ മക്കളെ വളർത്തിയ വീടും ചുറ്റുപാടുമാണ് അതിന്റെ പ്രതികള്. അല്ലാതെ ഉമ്മന്റെ വയറ്റിൽ നിന്ന് ഇതൊക്കെ എക്സസൈസ് ചെയ്ത് ഇതൊക്കെ പരിശീലനം എടുത്തല്ല അങ്ങോട്ട് പോരുന്നത്. നിഷ്കളങ്ക മനസ്സോടെ നല്ല എന്താ കുല്ലു മൗലൂദിൻ യൂലദ് അൽ ഫിത്ര എന്നാണ്, ശുദ്ധ പ്രകൃതിയോട് കൂടി ജനിച്ച ഈ മക്കളാണ് ഈ രൂപത്തിലായി തീർന്നത്. അപ്പൊ നമ്മുടെ സാമൂഹിക അന്തരീക്ഷം എത്രത്തോളം ഈ രൂപത്തിൽ ആയി തീർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഓരോ നേരവും പള്ളികളിലേക്ക് ഓടുവാനും അമ്പലങ്ങളിലേക്ക് ഓടുവാനും ചർച്ചിലേക്ക് ഓടുവാനും ധൃതി കാണിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന അമലുകൾ നമുക്ക് നഷ്ടപ്പെടും. കാരണം തലമുറകളാണ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, സംസ്കാരം എന്നുള്ളത്. സംസ്കാരത്തിന് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നബി ജനിച്ച ആ ചുറ്റുപാടിൽ നിന്ന് പാല് കൊടുക്കാൻ വേറൊരു സ്ഥലത്തേക്കാണ് നബിനെ മാറ്റിയത്. കാരണം ആ 2 വയസ്സ്, അതായത് പ്രസവം കഴിഞ്ഞ് വളർന്നു വരുന്ന ആ 2 വയസ്സ് വരെയുള്ള, അതുപോലെ 2 വയസ്സിന് ശേഷം 6 വയസ്സ് വരെയുള്ള ഘട്ടങ്ങൾ നമ്മളെ ലൈഫിൽ വളരെ പ്രധാനമുള്ള സംഗതികളാണ്. ആ ടൈമിലാണ് നമ്മളെ ഇത് എന്താ തറ വരുന്നത്. ഒരു വീട് കെട്ടണമെങ്കിൽ ആ തറ ഉണ്ടാവുന്നത് പോലെ നമ്മുടെ സ്വഭാവത്തിന്റെ തറ വരുന്നത് അവിടെ നിന്നാണ്. നമ്മളെ പാരൻസ് എങ്ങനെയാണോ, നമ്മുടെ സമൂഹത്തിലുള്ളവർ നമ്മളോട് പെരുമാറുന്നത് എങ്ങനെയാണോ, അതിനനുസരിച്ചാണ് ആ വ്യക്തിയുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ നമ്മളെ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ നന്മയും തിന്മയും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് പോക്കുമ്പോൾ അതിനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലുള്ള അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള 15 സ്ഥലങ്ങൾ ടച്ച് ചെയ്ത് അഫർമേഷൻ കൊടുക്കുമ്പോൾ, അതായത് അക്യുപഞ്ചറിന്റെ പോയിന്റ്സുകൾ ടച്ച് ചെയ്തുകൊണ്ട് അഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും നമ്മളെ വിഷമിപ്പിച്ചതായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും പുറത്തേക്ക് പോകും. അതിലൂടെ നമുക്ക് മൈൻഡ് സ്ട്രോങ് ആവുകയും മെന്റൽ ഹെൽത്ത് വർദ്ധിക്കുകയും നമ്മൾക്ക് നല്ല ആരോഗ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും. അപ്പൊ നമുക്ക് സന്തോഷം,
നമുക്ക് സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും 2 ഘടകം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മളെ ഉള്ളിലുള്ള എനർജിയെ പറ്റി, മനസ്സ്, ആത്മാവ്, ഇതിനെപ്പറ്റി പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിനെന്തെല്ലാം കഴിവുകളുണ്ട്, അത് നമുക്ക് ഗിഫ്റ്റ് ആയിക്കൊണ്ട് സൃഷ്ടാവ് നമുക്ക് തന്നു, അത് തിരിച്ചെടുക്കുകയും ചെയ്യും. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ജന്മം മുഴുവനും വെറുതെയായി. നമ്മളെ ഉള്ളിലുള്ള ഒരു എനർജിയെ, ഇപ്പൊ നമ്മളൊരു വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ പാർട്സും നമുക്കറിയാം. അതിന്റെ ക്ലച്ച്, ബ്രേക്ക്, എല്ലാ സംഗതികളും, അതിന്റെ പ്രവർത്തന രീതികളൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഈ എനർജി, ഈ ആത്മാവ്, ഇതിനെ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നമ്മളെ വെറുപ്പിച്ച, വേദനിപ്പിച്ച, പേടിപ്പിച്ച, സങ്കടപ്പെടുത്തിയ, കുറ്റപ്പെടുത്തിയ പലതും നമ്മളെ ഈ എനർജിയിൽ, ഈ സെല്ലുലാർ മെമ്മറിയിൽ പിടിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് രോഗിയായി പല രോഗങ്ങൾ, ഓമന പേരിട്ട പല രോഗങ്ങളിലൂടെയും നമ്മൾ ജീവിതം മുന്നോട്ട് പോകേണ്ടി വരുന്നത്. ഇതൊക്കെ സയന്റിഫിക് ആയിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് പ്രൂഫ് ആയതുകൊണ്ടാണ് ഇത്രയും ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓരോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന മരുന്നും കുടിച്ച് 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 നമ്മളെ ഉള്ളിലുള്ള കിഡ്നിയും ലിവറും ഇതൊക്കെ ഓരോരുത്തർ പണയപ്പെടുത്തുന്നതാണ് നല്ലതെങ്കിൽ, നമ്മുടെ ബോഡിയുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ് നല്ലതെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. കാരണം നമ്മൾ നയിക്കുന്ന പൈസ മുഴുവനും ഓൽക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ടെസ്റ്റും കാര്യങ്ങളും അതും ഇതുമായിട്ട് നമ്മളെ ലൈഫിനെ മുന്നോട്ട് പോക്കാം. അതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല. പകരം അങ്ങനെ നമ്മൾ സങ്കടത്തോടും ദുഃഖത്തോടും കൂടി ജീവിക്കുന്നതിന് പകരം മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കി നമ്മളെ ഉള്ളിലുള്ള പാസ്റ്റ് അനുഭവങ്ങളെ റിമൂവ് ചെയ്തുകൊണ്ട് മനസ്സിന്റെ ആരോഗ്യം വർദ്ധിപ്പിച്ച് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം, അപ്പൊ നമ്മളെ ചിന്ത പോസിറ്റീവ് ആവും. ഈ അവസ്ഥയിൽ ആശുപത്രികളും രോഗങ്ങളും പ്രശ്നങ്ങളുമായി പോകുമ്പോൾ നമ്മുടെ ചിന്ത മൊത്തം നെഗറ്റീവാണ്. ഈ മറ്റേ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സെന്താവും, പാസ്റ്റ് അനുഭവങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോയി നമ്മൾ പോസിറ്റീവായി മാറും. അപ്പൊ നമ്മൾ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആവും. മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആവുമ്പോൾ നമ്മുടെ ലൈഫിലെ അത്ഭുതങ്ങളാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു സാധനം ഞാന് പിന്നെ എവിടെയോ വെച്ചു പോയി. ഒരു നിലക്കും എനിക്ക് ഓർമ്മാവാൻ സാധ്യത ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ ആ സാധനം വെച്ചത്. പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തന്ന് ഇന്ന സ്ഥലത്തുണ്ട് ആ സാധനം. അതൊക്കെ എന്തുകൊണ്ടാണ്? എൻ്റെ മനസ്സിലുള്ള പാസ്റ്റ് ഇമോഷൻസിനെ, എന്നെ വിഷമിപ്പിച്ച, സങ്കടപ്പെടുത്തിയ, കുറ്റപ്പെടുത്തിയതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് തിങ്ങിയിട്ട് 30 വയസ്സ് വരെ, 35 വയസ്സ് വരെ ഒരുപാട് രോഗങ്ങളിലൂടെ പോയ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ തിരിച്ചറിവ്, സ്വന്തം എനർജിയെ മനസ്സിലാക്കി, ഇമോഷൻസ് പോക്കുന്നത് മനസ്സിലാക്കി, അതിലൂടെ സന്തോഷം തിരിച്ചു കിട്ടി, രോഗത്തോട് വിട പറഞ്ഞ് ഒരുപാട് രോഗികളെ രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റി. അൽഹംദുലില്ലാ, സർവശക്തൻ എത്ര നന്ദി പറഞ്ഞാലും എത്ര ശുക്ർ ചെയ്താലും മതിയാവൂല. അള്ളാഹ് അത്രയും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് ഇത്രയും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മൾ തന്നെയാണ് നമുക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലാതെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളൊന്നും നമുക്കൊന്നും തരുന്നില്ല. നമ്മുടെ ചിന്ത, ശരിയില്ലാത്ത ചിന്ത നമ്മൾ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് അട്രാക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ആയി മാറുന്നത്. അതുകൊണ്ട് നമ്മളെ ഇമോഷൻസിനെ പുറത്തേക്ക് പോകുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള എനർജിയുടെ കഴിവിനെ നമ്മൾക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വേറൊരു ലൈഫിലേക്ക് എത്തിപ്പെടാൻ കഴിയും. അതാണ് ഈ 12 ദിവസത്തെ ക്ലാസ്സിലൂടെ ഞങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ എനർജിനെ പറ്റിയും, ഈ അതായത് മനസ്സിനെ പറ്റിയും, അതുപോലെ EFTയും പഠിക്കാൻ താല്പര്യമുള്ളവർ, മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മാസം ഒക്ടോബർ 3-ാം തീയതി ഒരു വെബിനാർ വെക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ 49 രൂപ ഗൂഗിൾ പേ ചെയ്ത് 90 48 71 70 75 എന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്ത് ആ നമ്പറിൽ തന്നെ സ്ക്രീൻഷോട്ട് ഇടുകയാണെങ്കിൽ ആ വെബിനാർ നടക്കുന്ന ആ ഗ്രൂപ്പിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ആ വെബിനാറിൽ പങ്കെടുക്കുമ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു അറിവ്, ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടും. കുറെ നമുക്ക് ഇങ്ങനെ മരുന്ന് കുടിച്ച് നമ്മളെ ആരോഗ്യത്തെ നശിപ്പിക്കാതെ തിരിച്ചു പിടിക്കാൻ കഴിയും.
അപ്പൊ താല്പര്യമുള്ളവർ ഈ രൂപത്തിൽ ചെയ്യുക. 49 രൂപ ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യുക, എന്നിട്ട് സ്ക്രീൻഷോട്ട് ഇടുക. എന്നിട്ട് നമ്മുടെ ഒരു തിരിച്ചറിവ്, കാരണം ഇതൊന്നും നമ്മുടെ സിലബസിൽ ഇല്ല. നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജോലി ബേസ് ചെയ്തുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ്. നമ്മുടെ ഹെൽത്തും നമ്മുടെ സമ്പത്തും ഒന്നും ഇംപ്രൂവ് ആവുന്ന രൂപത്തിൽ, നമ്മുടെ സന്തോഷം തിരിച്ചു കിട്ടുന്ന രൂപത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ല. ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒന്നും ഇങ്ങനെ ദേഷ്യവും കച്ചറയും വഴക്കുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കൂല. അവരൊക്കെ സ്നേഹമുള്ള, സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു ലൈഫ് നയിക്കുന്നതാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഈ രൂപത്തിലുള്ള മദ്യവും മയക്കുമരുന്നും ലഹരിയും ഒന്നും സമൂഹത്തിൽ വ്യാപിക്കൂല. നെഗറ്റീവിന്റെ റിസൾട്ടാണ്, നെഗറ്റീവ് കൾച്ചറിന്റെ റിസൾട്ടാണ് മദ്യവും മയക്കുമരുന്നും ഇത്തരം ലഹരി വസ്തുക്കളും ഒക്കെ. പറഞ്ഞതനുസരിക്കാത്ത മക്കളും മാതാപിതാക്കളെ നോക്കാത്ത മക്കളും ഒക്കെ ഈ നെഗറ്റീവിന്റെ റിസൾട്ടുകളാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇപ്പം കാലഘട്ടം വളരെ പുരോഗമിക്കുന്നുണ്ട്. ടെക്നിക്കലായിട്ടൊക്കെ ഒരുപാട് വികസനങ്ങളിലൂടെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൾച്ചറിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ ഈ വികസനമൊന്നും ആസ്വദിക്കുവാനും സന്തോഷം കണ്ടെത്തുവാനും ഒന്നും നമുക്ക് സാധിക്കുകയില്ല. ഇപ്പൊ ഇനി വരാൻ പോകുന്നത്, ഇപ്പൊ അടുത്ത് കേട്ടൊരു സംഗതിയാണ്, എത്ര ദൂര സ്ഥലങ്ങളിലായാലും, ഇനി അമേരിക്കയിലോ ഗൾഫിലോ എവിടെയായാലും നമ്മള് ഒരു കണ്ണട വെക്കും. ഈ കണ്ണട വെക്കുമ്പോൾ അവര് നമ്മളെ അടുത്തുള്ളതായിട്ടും നമ്മളെ ടച്ച് ചെയ്യുന്നതായിട്ടും നമ്മുടെ ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതിനൊരു പേരുണ്ട്, ആ വേർഡ് ഞാൻ മറന്നുപോയി. മെറ്റാഫോസ്. ഇത്രയും പുരോഗതിയിലേക്കാണ് കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്, കൾച്ചർ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗം. എന്നാൽ നമ്മുടെ സ്വഭാവം എന്ന കൾച്ചർ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുമാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ, സൃഷ്ടാവിന്റെ മുന്നിൽ നമുക്ക് സന്തോഷത്തോടെ മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ കൾച്ചറിന് നല്ല പ്രാധാന്യം. ഇപ്പൊ ഇന്നലെ മറിമായത്തില് ഒരു വീഡിയോ കണ്ടിട്ട്, കാരണം ഒരു മുസ്ലിം സഹോദരൻ അതിൽ അഭിനയിക്കുന്നത് മുസ്ലിമായിട്ട്, പക്ഷെ അയാൾക്ക് പെട്ടെന്ന് അറ്റാക്കിന്റെ വേദന വന്നു. ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, വൈറലായതാവുമ്പോൾ കാണാൻ സാധ്യത ഉണ്ട്. ഇനി കാണാത്തവർക്കാണ് പറഞ്ഞിരുന്നത്. അറ്റാക്കിന്റെ വേദന വന്ന് അപ്പോ ഒരു കസാലയിൽ ഇരുത്തി 4 ആള് താങ്ങിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് മതിലുണ്ട് മുന്നില്. അപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട്, ഈ മതിൽ ആരാ കെട്ടിയത് എന്ന്, ഈ വേദന സഹിക്കുന്നവനോട്. അപ്പൊ അയാള് പറഞ്ഞു, ഞാൻ തന്നെയാണ്. അപ്പൊ അത് കെട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, അഭിനയമാണെങ്കിലും ഒരുപാട് സന്ദേശം അതിലുണ്ട്. കെട്ടുന്ന സമയത്ത് അയാൾ ചിന്തിക്കുന്നില്ല ഇത് എനിക്ക് തന്നെ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ പ്രവൃത്തികളും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രശ്നങ്ങളിലൂടെയും കഷ്ടപ്പാടിലൂടെയും എല്ലാ സമ്പത്തും കാറും വാഹനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും സന്തോഷവും സമാധാനവും പടിക്ക് പുറത്താവുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. കാരണം എനിക്ക് ഭൂമിയോ സ്വത്തോ വരുമാനമോ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി അർഹതപ്പെട്ടതാണ്. എന്റെ മക്കളെയും മാപ്പിളിനെയും മാത്രം നോക്കി, എന്റെ ഭാര്യനെയും എന്റെ കാര്യങ്ങൾ സ്വാർത്ഥമായി മാത്രം നോക്കുന്നത് കൊണ്ടാണ് എന്റെ ലൈഫിൽ വരുന്ന മുഴുവൻ പ്രശ്നങ്ങളും എന്ന് ചിന്തിക്കാൻ കഴിവില്ലാതെയാണ് ഇന്ന് സമൂഹം വളർന്നു വരുന്നത്. പക്ഷെ നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ ഉണ്ട് കേട്ടോ. വയനാട്ടിലൊക്കെ ആ ദുരന്തം ഉണ്ടായിട്ട് 100-150 ആളുകൾക്ക് വീടുകളൊക്കെ വെച്ചു കൊടുക്കുന്ന ഒരു ഭാഗവും ഈ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അവരെ നമ്മൾ പുകഴ്ത്തിയാൽ മതിയാവൂല. അവരുടെ ആ സന്മനസ്സിന് നമ്മൾ എത്ര പുകഴ്ത്തിയാലും മതിയാവൂല. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും എല്ലാം നൽകി സർവശക്തൻ വർദ്ധിപ്പിക്കട്ടെ, അവരനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ വേളയിൽ. പക്ഷേ അതുപോലെ അവർക്കൊക്കെ അപമാനം ഉണ്ടാവുന്ന രൂപത്തിൽ പെരുമാറുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എന്റെ മുതലാണ്, എന്റെ സ്വത്താണ്, എന്നിട്ടോ എന്റെ മക്കളാണ്, ഈ മക്കൾക്കും വേണ്ടി ഇതൊക്കെ സമ്പാദിച്ച് അവസാനം നമ്മളെ വാർദ്ധക്യത്തിൽ ഇവര് സ്വത്തിനു വേണ്ടി കടിപിടി കൂടുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കല്, വേണ്ടില്ലേ ഇനി ഇത് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരുടെ പ്രാർത്ഥന, പാവങ്ങളുടെ പ്രാർത്ഥന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ദുരിതത്തിലാവുമായിരുന്നില്ല എന്ന് ആ സമയത്താണ് നമ്മൾ ചിന്തിക്കല്. അപ്പോൾക്ക് മക്കളെ കയ്യിലേക്ക് ആയിപ്പോയിട്ടുണ്ടാവും ഒക്കെ. നമ്മൾക്ക് മര്യാദ കെയറിങ് തരാതെ, നമ്മളെ സ്നേഹിക്കാതെ,
നമ്മളെ സന്തോഷിപ്പിക്കാതെയാണ് പിന്നെ അവര് ലൈഫ് നീക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വിഷമിച്ച് ഒരു സൈഡായിട്ടുണ്ടാവും. പിന്നെ ആശുപത്രിയിൽ ഇങ്ങനെ ടെസ്റ്റും കാര്യങ്ങളും ആയിട്ട് ഇങ്ങനെ പോവാ. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ആർക്കെങ്കിലും തൻ്റെ ഉള്ളിലുള്ള എനർജിയെ, ആത്മാവിനെ, മനസ്സിനെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ ഈ ഇമോഷൻസ് എൻ്റെ കല്യാണ സമയത്ത്, അല്ലെ എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ പേടിപ്പിച്ച, എന്നെ ദേഷ്യം പിടിച്ച, എൻ്റെ ഭാര്യ എന്നോട് മോശമായി പെരുമാറിയ, അല്ലെ എൻ്റെ ഭർത്താവ് എന്നോട് മോശമായി പെരുമാറിയ ഈ ഇമോഷൻസ്, ഈ വേദനകൾ പുറത്തേക്ക് പോക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വെബിനാറിൽ പങ്കെടുക്കുക. ഈ വെബിനാറിൽ പങ്കെടുക്കുന്നതിലൂടെ ഒരു അവയർനെസ്, ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടും. അല്ല, ഞാൻ തന്നെയാണ് എന്നെ ഈ രൂപത്തിലാക്കിയത്, മറ്റാരുമല്ല. നമ്മൾ ചിന്തിക്കൽ മുഴുവനും എൻ്റെ ഭർത്താവ് ഇങ്ങനെ പെരുമാറിയിട്ടാണ് ഞാൻ ഈ രൂപത്തിലായത്, എൻ്റെ ഭാര്യ ഇങ്ങനെ മോശപ്പെട്ടിട്ടാണ് ഞാൻ ഈ രൂപത്തിലായത്, ഞാൻ മോശപ്പെട്ടിട്ടാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കൂല. അപ്പൊ ഞാൻ ആ കുട്ടി പറഞ്ഞതുപോലെ, ആ കുട്ടി ഈ രൂപത്തിലാണ് ഇപ്പൊ 2ാം ക്ലാസ് പഠിക്കുന്നത്. 7 വയസ്സുള്ള ആ കുട്ടി മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുകൊണ്ടാണ് ആ കുട്ടിന്റെ ഉള്ളിലെ എനർജി വളരുന്നതെങ്കിൽ, ഞാൻ കൊള്ളി മുറിച്ചിട്ട് പറഞ്ഞുതരാം, ആ വ്യക്തിന്റെ 40 വയസ്സാകുമ്പോഴത്തേക്ക് ആ കുട്ടി മാനസികമായി തകർന്ന് തരിപ്പണാവും. അതിന്റെ മുന്നേ ഇത്തരം തിരിച്ചറിവുകൾ കിട്ടി, ഇമോഷൻസ് ഒക്കെ പോക്കാൻ പറ്റി, എനർജിനെ പറ്റി മനസ്സിലാക്കിയാൽ നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലൈഫ് ഏത് രൂപത്തിൽ നീക്കണം, നെഗറ്റീവിലൂടെ നീക്കണമോ അങ്ങനെ നീക്കാം, പോസിറ്റീവിലൂടെ നീക്കണമോ അങ്ങനെയും നീക്കാം. ആരും നമ്മൾ ഒന്നും പറയൂല. അതിന്റെ സ്റ്റെയറിങ് നമ്മളെ കയ്യിലാണ്. അതുകൊണ്ട് നെഗറ്റീവിനോട് വിട പറഞ്ഞ് നെഗറ്റീവിൽ നിന്ന് മോചനം നേടി പോസിറ്റീവ് ആയാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ല അത്ഭുതങ്ങളാണ് പിന്നെ ഉണ്ടാവുക. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും, നമുക്ക് പണം അട്രാക്ട് ചെയ്യപ്പെടും, നമ്മൾ നല്ല സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. അതുകൊണ്ട് കൾച്ചർ വലിയൊരു വിഷയമാണ്. കൾച്ചറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. നമ്മൾ ആദ്യം നമ്മുടെ ഓരോ വ്യക്തിയും, എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന ഓരോ വ്യക്തികളും അവനവന്റെ ഉള്ളിൽ നല്ല വിത്തിടുക, നല്ല ചിന്തകളുടെ വിത്തിടുക, എന്നിട്ട് അഫർമേഷൻ കൊടുക്കുക. ഇപ്പൊ രോഗമുള്ള ഒരാളാണെങ്കിൽ ഇത്രയും കാലം ചിലപ്പോൾ 50 വയസ്സായ ഒരാളായിരിക്കും ഈ വോയിസ് കേൾക്കുന്നത്, അല്ലെങ്കിൽ 60 വയസ്സായ ഒരാളായിരിക്കും, അല്ലെങ്കിൽ 70 വയസ്സായ ഒരാളായിരിക്കും. ഏത് ഏജിലുള്ള ആളാണെങ്കിലും രോഗിയാണെങ്കിൽ, എനിക്ക് രോഗമുണ്ട്, ഞാൻ ഒരുപാട് മരുന്ന് കുടിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് എന്നാണ് മോചനം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും അയാളുടെ ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഉപബോധ മനസ്സ് വിചാരിക്കുന്നത്, ഉപബോധ മനസ്സിന് ശരിയും തെറ്റും അറിയൂല, ഉള്ളിലുള്ള മനസ്സ്. ഞാൻ സംസാരിക്കുന്നത് ബോധ മനസ്സ്, ഉള്ളിലുള്ളത് ഉപബോധ മനസ്സ്. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളെ ഉള്ളിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങൾ മാത്രം കേൾക്കുന്ന കാര്യങ്ങൾ. ഇതാണ് ഉപബോധ മനസ്സ്. അപ്പൊ ഈ ഉപബോധ മനസ്സ് വിചാരിക്കുന്നത്, ഇയാൾക്ക് രോഗമാണ് വേണ്ടത്. അപ്പൊ ഒരുപാട് രോഗങ്ങൾ നമുക്ക് മരുന്ന് നമ്മളൊരു ഭാഗത്തൂടെ കുടിക്കുന്നുണ്ടാവും, കുറെ രോഗങ്ങൾ കിട്ടുന്നുണ്ടാവും. അപ്പോ നമ്മുടെ എനർജിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഈ കഴിവുകളൊക്കെ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ഒരു മരുന്നുമില്ലാതെ രോഗത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ വേറെ മറ്റു പ്രശ്നങ്ങൾ, മക്കളെ പ്രശ്നങ്ങൾ ഉണ്ടാവും, സാമ്പത്തിക പ്രയാസം ഉണ്ടാവും. ഇതിന്റെയൊക്കെ കാരണങ്ങൾ കിടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഭാര്യയും ഭർത്താവും കച്ചറുള്ള, അഭിപ്രായ വ്യത്യാസമുള്ള, എല്ലാത്തിനും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു ഫാമിലിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. നിങ്ങളിലൂടെ നിങ്ങളെ മക്കളും ഈ രൂപത്തിലുള്ള ഒരു ലൈഫാണ് പിന്നെ നീക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്തത്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. കൾച്ചറിന് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ അസറിൽ പറഞ്ഞത്, ഇന്നൽ വൽ അസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നൊക്കെ പറയുന്നത്. കാരണം മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. നെഗറ്റീവുള്ള മുഴുവൻ മനുഷ്യന്മാരും നഷ്ടത്തിലാണ്. ഏത് 4 ആളുകൾ ഒഴികെ. ഏതൊക്കെയാണ് ഈ 4 ആള്?
ഇല്ലല്ലദീനാമനു ചിന്തകളിലൂടെ തന്റെ ഭൗതികമായിട്ട് കാണുന്ന പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് ഉണ്ട് എന്ന് കണ്ടെത്തിയ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് കണ്ടെത്തിയ വിശ്വാസികൾ ഒഴികെ, ആ സൃഷ്ടാവിനെ കണ്ടെത്തുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജിനെ നമ്മൾ കണ്ടെത്തും. ആ സൃഷ്ടാവിനെ കണ്ടെത്താത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. കൾച്ചറിൽ, സംസ്കാരത്തിൽ നെഗറ്റീവായി പോകുന്നത്, സംസ്കാരം നെഗറ്റീവായി പോകുന്നത് ഈ റബ്ബിനെ കണ്ടെത്താത്തത് കൊണ്ടാണ്. അപ്പൊ ഇല്ലല്ലദീനാമനു വിശ്വസിച്ചവരൊഴികെ. എങ്ങനെ വിശ്വസിച്ചവര്? മനസ്സറിഞ്ഞുകൊണ്ട് തന്റെ നാഥനെ കണ്ടെത്തിയവർ. ഇവർക്ക് ഒരിക്കലും നെഗറ്റീവ് ആകാൻ കഴിയൂല. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും തന്റെ ഭാര്യനെ കുറ്റപ്പെടുത്താൻ കഴിയൂല, തന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ കഴിയൂല. ഇങ്ങനെയുള്ള ആളുകൾ തന്റെ ഭർത്താവ്, ഭാര്യ എങ്ങനെയാണോ ആ മൈനസിനെ, ആ പോരായ്മനെയാണ് സ്നേഹിക്കല്. നമ്മൾ സാധാരണ സ്നേഹിക്കാൻ പഠിച്ചത് എന്താണ്? പണമുള്ളോ നമ്മൾ സ്നേഹിക്കും, സൗന്ദര്യമുള്ളോ നമ്മൾ സ്നേഹിക്കും, അത്യാവശ്യം നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ നമ്മൾ സ്നേഹിക്കും. പക്ഷെ 10 ഉറുപ്പ്യ ഇല്ലാത്തവനെ നമുക്ക് നോക്കാൻ നമ്മളെ കണ്ണിങ്ങനെ പൊന്തൂല, ഒരു പുച്ഛ. അതുപോലെ രോഗിനെ നമുക്ക് വേറൊരു മനോഭാവമാണ്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ റബ്ബിനെ നമ്മൾ കണ്ടെത്താത്തത് കൊണ്ട്. ആ റബ്ബിനെ കണ്ടെത്തുമ്പോൾ നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റാണ് ഉണ്ടാവല്. അപ്പൊ ഈ ഉള്ളവനെയും സൗന്ദര്യമുള്ളവനെയും സമ്പത്തുള്ളവനെയും സ്നേഹിക്കാൻ പഠിച്ചതുപോലെ എന്തുകൊണ്ട് നമുക്ക് സൗന്ദര്യം ഇല്ലാത്തവനെ, മോശമായി പെരുമാറുന്നവനെ, കുറ്റപ്പെടുത്തുന്നവനെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞൂടാ? നമ്മൾ സ്നേഹത്തോടെ പെരുമാറുമ്പം ആ മനുഷ്യന്റെ, ആ സ്ത്രീന്റെ മനസ്സിലേക്കാണ് നമ്മൾ കയറുന്നത്. പിന്നെ പിന്നെ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഞാന് ഈ 2 രൂപത്തിലുള്ള ലൈഫ് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഒരു കാലഘട്ടങ്ങളിൽ എൻ്റെ ഭർത്താവിന്റെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും മനസ്സിൽ, ഞാൻ അങ്ങനെയാണ് വളർന്നു വന്നത്. ഒരു 8 വയസ്സിന്റെ ഇടയിൽ കുറെ എൻ്റെ കുട്ടിക്കാലത്ത് ഇതായിരിക്കും കേട്ടത്. ഇങ്ങനെ ഇഷ്യൂസിലൂടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ള മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഞാൻ ജീവിച്ച്, എൻ്റെ ഭർത്താവ് അങ്ങനെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ ശരിയില്ല, എന്റെ മോശം കൊണ്ടാണ് എങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് അന്ന് പറ്റില്ല. പിന്നെ ഇതേപോലത്തുള്ള അറിവുകളൊക്കെ കിട്ടി അദ്ദേഹത്തിന്റെ മൈനസിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ എൻ്റെ ലൈഫിൽ പിന്നെ ഒരു വല്ലാത്തൊരു സ്വർഗ ജീവിതമാണ് ഉണ്ടായിരുന്നത്. രണ്ടും നമുക്ക് ഈ ലൈഫിൽ നിന്ന് നേടാൻ പറ്റും. സന്തോഷം സമാധാനമുള്ള ലൈഫും അതുപോലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഉള്ള ലൈഫും ഒക്കെ നമ്മൾ ഈ ലൈഫിൽ നിന്ന് നേടാൻ പറ്റും. നമ്മളെ ഉള്ളിൽ എന്ത് വിത്തിടുന്നുവോ അതിനനുസരിച്ച് നമ്മൾ അതിനെ അഫർമേഷൻ കൊടുത്ത് വളർത്തുന്നതിനനുസരിച്ചാണ് നമ്മുടെ സ്വഭാവം രൂപപ്പെടുക. അപ്പൊ രണ്ടും നമ്മുടെ ഈ ലൈഫിൽ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ ഒരു ഘട്ടം ഞാൻ ശ്രദ്ധ കൊടുത്തത് അദ്ദേഹത്തിന്റെ പോരായ്മകൾ ശ്രദ്ധിക്കാനും അദ്ദേഹത്തിന് കുറ്റപ്പെടുത്താനും അദ്ദേഹത്തിന് പരിഗണന കൊടുക്കാതെ അങ്ങനത്തെ ഒരു ലൈഫിലാണ് പ്രാധാന്യം കൊടുത്തത്. പിന്നെ മനസ്സിലായി ജീവിതം എന്ന് പറഞ്ഞാൽ ഉള്ളവനെയും പ്രശസ്തിയുള്ളവനെയും സൗന്ദര്യമുള്ളവനെയും പണമുള്ളവനെയും നാം സ്നേഹിക്കാൻ പഠിച്ചതുപോലെ എന്തുകൊണ്ട് പണമില്ലാത്തവനെ സ്നേഹിച്ചൂടാ? എന്തുകൊണ്ട് പണമില്ലാത്തവന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൂടാ? എന്തുകൊണ്ട്? ഈ ചോദ്യം ഉള്ളിൽ നിന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ മാറാൻ ശ്രമിച്ചത്, ഞാൻ മാറിയത്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ലൈഫാണ് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിനും അതുപോലെ തന്നെ നല്ല സന്തോഷമുള്ള, പറയുമ്പോൾ നമ്മൾ ചെറിയൊരു വീടാണ്, സ്ഥലവും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷെ ഞങ്ങളെ ലൈഫ് നല്ല സന്തോഷത്തിൽ, അൽഹംദുലില്ലാ. അപ്പൊ അതുപോലെ എല്ലാവർക്കും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നമ്മളെ ഈഗോനൊക്കെ ഒന്ന് മാറ്റി നിർത്തി, ഞാനാണ് വലിയൊരാള്, ഞാനുണ്ടെങ്കിലേ ഒക്കെ നടക്കുള്ളൂ എന്നുള്ള, ഞാനൊരു സംഭവമാണെന്നുള്ള ആ ചിന്തകൾ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എൻ്റെ ഭാര്യന്റെ, എൻ്റെ ഭർത്താവിന്റെ എന്തെല്ലാം പോരായ്മകളുണ്ടോ അതിനെയാണ് ഇനി ഞാൻ സ്നേഹിക്കാൻ പോകുന്നത്. അതിലൂടെയാണ് എൻ്റെ മക്കൾ നല്ലൊരു കൾച്ചർ, സ്നേഹം എന്താണ് എന്ന് എനിക്ക് പഠിപ്പിക്കാൻ കഴിയൽ. പിന്നെ ആ പോരായ്മനെ മനസ്സിലാക്കി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പരസ്പരം നല്ലൊരു ബന്ധമാണ്, നല്ല സ്നേഹമുള്ളൊരു അന്തരീക്ഷമാണ് പിന്നെ ഓരോ ഫാമിലിയിലും നടക്കുക. പിന്നെ നമ്മൾ ഈ ഡോക്ടർമാർക്കൊക്കെ കൊടുക്കുന്ന ഫീസ് നമ്മളെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് ടൂർ പോവാനും നമ്മളെ നല്ലൊരു ലൈഫ്, സന്തോഷമുള്ളൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ടെസ്റ്റിനും കാര്യങ്ങൾക്കും കൊടുക്കുന്ന പൈസ ഈ രൂപത്തിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് നീക്കി വെക്കാൻ പറ്റും. ആർന്നും ഇവിടുന്ന് കടം വാങ്ങിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ചെലവിനുള്ള പൈസ കണ്ടെത്തേണ്ട ആവശ്യമില്ല.
ഇത് ഉള്ളിൽ നമ്മള് ഫ്രണ്ട് ഡോർ ലോക്കിട്ട് ബാക്ക് ഡോർ ലോക്ക് ഇടുന്നതിന്റെ ഇടയിൽ മാറ്റം വരുത്തിയാൽ മതി. പെരുമാറ്റത്തിൽ, സ്നേഹിക്കുന്നതിൽ മാറ്റം വരുത്തിയാൽ തന്നെ നമുക്ക് ഒരുപാട് പണം ലാഭിക്കാൻ കഴിയും. നമ്മളെ പെരുമാറ്റത്തിൽ നമ്മൾ മനസ്സിലാക്കിയതിൽ, ഞാൻ മനസ്സിലാക്കിയതൊക്കെ തെറ്റാണ്. എന്റെ ഭർത്താവിന് നല്ല ഒരുപാട് സ്വഭാവങ്ങളുണ്ട്, എന്റെ ഭാര്യയ്ക്ക് ഞാൻ മനസ്സിലാക്കാത്ത ഒരുപാട് നല്ല സ്വഭാവമുണ്ട്. അത് കണ്ടെത്തുന്നോർത്ത് വന്ന പിഴവാണ് എന്റെ കുടുംബം ഈ രൂപത്തിലെത്തിയത്. അത് കണ്ടെത്താതെയാണ് ഞാൻ അപ്പുറത്തൂടെ പോകുന്ന സ്ത്രീനെ അല്ലെ അപ്പുറത്തൂടെ പോകുന്ന ഭർത്താവിനെ ഞാൻ നോക്കിപ്പോയത്. എന്റെ ഭർത്താവിന്റെ, എന്റെ ഭാര്യയുടെ ഉള്ളിലുള്ള സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ രൂപത്തിലുള്ള ജീവിതം ജീവിക്കേണ്ടി വന്നത് എന്ന ഒരു തിരിച്ചറിവ് എന്ന് നമുക്കുണ്ടാവുന്നുവോ അന്ന് നമ്മളിൽ മാറ്റം ഉണ്ടാവും. നല്ല ഒരു ലൈഫ് നമുക്ക് പടുത്തുയർത്താൻ കഴിയും. വെറുതെ അസമാധാനമുള്ള ഒരു ലൈഫ് നമുക്ക് ഒരിക്കലും നീക്കണ്ട. അപ്പോ ക്യാൻസർ രോഗികളുടെ എണ്ണം കുറയും, കിഡ്നി പേഷ്യന്റിന്റെ എണ്ണം കുറയും, പിന്നെ അറ്റാക്കിന്റെ എണ്ണം കുറയും. ഇതിന്റെ ഒന്നും കാരണങ്ങൾ തിരഞ്ഞ് നമ്മൾ ആരും പോവില്ല. ഓൾക്ക് ക്യാൻസർ ആണല്ലോ, ഓല് അതാണല്ലോ, ഓൻ അറ്റാക്കായി മരിച്ചു. ഇതിന്റെ ഒന്നും കാരണങ്ങൾ എന്താന്നുള്ളത്, എത്രത്തോളം തിങ്ങല് ഉള്ളിൽ ഒതുക്കുന്നുണ്ട് ഈ സ്വഭാവ പ്രശ്നങ്ങൾ, നമ്മളിൽ ഉണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങൾ എത്രത്തോളം ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഗ്രാൻഡ് പാരന്റ്സിലൂടെ നമുക്ക് കിട്ടിയത് ഇതൊക്കെയാണ്. എല്ലാവരും ഇങ്ങനെയല്ല, എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. ഒരുപാട് ആളുകൾ ഈ അറിവ് കിട്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വിഷയം ഞാൻ സംസാരിക്കേണ്ടി വന്നത്. എത്രയോ പെൺകുട്ടികൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ നല്ല നിലയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എല്ലാത്തിനും കുറ്റവും കുറവും പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്നൊക്കെ സ്വഭാവങ്ങൾ ഉള്ളത് കൊണ്ട്. എന്നാലോ പുറത്ത് വരൊക്കെ നല്ല മാന്യന്മാരുമായിരിക്കും. രണ്ട് സ്വഭാവമുണ്ട് ഓരോ മനുഷ്യനെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയുന്ന ഒരു സംഗതിയാണ്. ആ പുറത്തെ സ്വഭാവത്തിനനുസരിച്ച് ഉള്ളിലെ സ്വഭാവവും മാറ്റുമ്പോ നമുക്ക് ഈ പറഞ്ഞതൊക്കെ തിരിച്ചു കിട്ടും. അല്ല, പുറത്തൊരു സ്വഭാവവും ഉള്ളിൽ വേറൊരു സ്വഭാവമായിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പ്രയാസങ്ങളും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോ കൾച്ചറാണ് ഇതിന്റെയൊക്കെ പിന്നില്. ഇതൊക്കെ നമുക്ക് ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. പരസ്പരം ഗീബത്ത് എന്താണ്, നമീമത്ത് എന്താണ്, അതുപോലെ അസൂയ എന്താണ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളിൽ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് പോലും നമ്മൾ ഉള്ളിലേക്ക് എടുത്ത്, ഇപ്പൊ ഒരു കൃഷിഭൂമിയിൽ നമ്മളൊരു വിത്ത് നടണമെങ്കിൽ എന്ത് ചെയ്യും? നന്നായി ഉഴുതുമറിച്ച് വളവും എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ അവിടെ ഒരു വിത്തിടുന്നത്. അത്ര പോലും നമ്മൾ നമ്മുടെ ഉള്ളിൽ ഓരോ സംഗതികൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ പോക്കുന്നതിലൂടെ നമുക്ക് നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കഴിയും. നമുക്ക് നല്ലൊരു ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ, എല്ലാവരും അല്ല, സോറി, ഒരു 70% ആളുകളും പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ ചിന്തിക്കുന്നില്ല, എൻ്റെ ഉള്ളിലാണ് പ്രശ്നം. ഞാൻ നന്നായാൽ എൻ്റെ ഭാര്യ നന്നാവും, ഞാൻ നന്നായാൽ എൻ്റെ ഭർത്താവ് നന്നാവും, ഞങ്ങൾ രണ്ടാളും നന്നായാൽ ഞങ്ങളുടെ മക്കൾ നന്നാവും, ഞങ്ങളുടെ മക്കൾ നന്നായാൽ അവർ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും നന്നാവും, അവർ നന്നായാൽ അവരുടെ പേരമക്കൾ നന്നാവും. ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ഇമേജുകളാണോ ഉള്ളത്, ആരൊക്കെ നമ്മളെ വേദനിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതുമായിട്ടുള്ള എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടോ, അതിൽ നിന്ന് നമ്മൾ പരസ്പരം പെരുമാറാൻ തുടങ്ങും. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ തന്നെയാണ് പ്രശ്നം. ഇതിന് ജാതിയോ മതമോ ഒന്നും ഘടകമല്ല. എല്ലാവരും ഇതിൽ പങ്കാളികളായി മാറുന്നുണ്ട്. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ ജാതി മതമൊന്നും കണക്കില്ലല്ലോ, എല്ലാ മതക്കാരും. എന്തുകൊണ്ടാണ്? നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ഒരു കൾച്ചർ വളർന്നു വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ നന്നായി ശ്രദ്ധിക്കാം. നമ്മുടെ കൾച്ചർ എന്താണ്? നമ്മൾ അറിയാതെ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ടുള്ളത് എന്തൊക്കെയാണ് എന്ന് ഒരു അരമണിക്കൂറോ അല്ലെ 10 മിനിറ്റോ 20 മിനിറ്റോ നമ്മൾ എവിടെയെങ്കിലും ചെയറിൽ എവിടെ ഇരിക്കുമ്പോൾ, സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തന നിരീക്ഷിച്ചാൽ
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവര് നമ്മളെ വേദനിപ്പിച്ച അനുഭവമാണോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആരോഗ്യപരമായിട്ട് ഞാൻ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്നൊരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തണം, അല്ലെങ്കിൽ നല്ലൊരു സമൂഹത്തിൽ അറിയപ്പെടുന്ന, നന്മ ചെയ്തുകൊണ്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറണം. ഇങ്ങനെയുള്ള ഗോൾ സെറ്റ് ചെയ്തുകൊണ്ടാണോ നമ്മുടെ ചിന്തകൾ പോകുന്നത്? അല്ല, പാസ്റ്റ് അനുഭവങ്ങളിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയതും കളിയാക്കിയതും ഒറ്റപ്പെടുത്തിയതും പരിഹസിച്ചതുമായിട്ടുള്ള പല വിഷമങ്ങളുമാണോ എൻ്റെ ഉള്ളിൽ? പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ, ദേഷ്യം പിടിക്കുന്ന അനുഭവങ്ങൾ, ഇതൊക്കെയാണോ എൻ്റെ ഉള്ളിൽ, എൻ്റെ കൃഷിഭൂമിയിൽ വർക്ക് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കുമ്പോൾ, നമ്മളൊരു അരമണിക്കൂർ ഇരുന്ന് നമ്മളെ തന്നെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഉള്ള ഉത്തരം കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. എന്താണ് ഞാൻ എന്ന വ്യക്തി ഇതുവരെ എത്തിയത്? ഞാൻ ആരാണ്? ഞാൻ എവിടുന്ന് വന്നു? എന്തിനു വന്നു? എവിടേക്ക് പോകുന്നു? ഇത്തരം ചിന്തകൾ നമ്മളെ മനസ്സിലൂടെ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ മാറാൻ ശ്രമിക്കും. നമ്മൾ മാറിയെങ്കിലേ നമ്മുടെ സമൂഹം മാറുകയുള്ളൂ എന്നുള്ള ഒരു സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് ഒന്നുകൂടി പറയാണ്, ആർക്കെങ്കിലും ഇങ്ങനത്തെ വല്ല പ്രയാസങ്ങളും പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ, എന്താണ് മനസ്സ്, എന്താണ് ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക് EFT എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ആ വീഡിയോയിലൊക്കെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്ത് ക്ലാസ് ആണ്, ഇതെന്തിനാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള മറുപടിയാണ് ഞാൻ ഇതിലൂടെ തരുന്നത്. ഇങ്ങനെ ആ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 49 രൂപ ഗൂഗിൾ പേ ചെയ്യുക. 90 48 71 70 75 ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ടാൽ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഒരു ബേസിക് ആയിട്ടുള്ള ഇത്തരം അറിവുകൾ നമുക്ക് നേടാൻ പറ്റും. ഇമോഷൻസ് പോക്കാൻ അവസരം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഔട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഫീസും കാര്യങ്ങളൊന്നും കൊടുത്ത് ചേരാൻ പറ്റൂലല്ലോ. അപ്പോ പാവങ്ങൾക്കും വേണം നമ്മൾ അവസരങ്ങൾ കൊടുക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഔട്ട് ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ, എൻ്റെ ഉള്ളിൽ വളർന്നിട്ടുള്ള കൾച്ചർ വലിയൊരു വിഷയമാണ്. അവിടെ എത്തി നമ്മൾ പരലോകത്ത് ഇതൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഓരോരുത്തരെ വേദനിപ്പിച്ചതിനും നമ്മുടെ അമലുകൾ ഇങ്ങനെ നഷ്ടപ്പെടും എന്നുള്ള ചിന്ത കൊടുക്കുകയാണെങ്കിൽ, അതുകൊണ്ടാണ് നബി പറഞ്ഞത്, നീ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് സംസാരിക്കുക. ഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഈ വാക്കും ഇതൊക്കെ നിലവിലുണ്ടെങ്കിലും നബിന്റെ ജന്മദിനമൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വാക്ക് നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കും എന്ന് ആ ജാഥയിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ എടുക്കാൻ പറ്റിയാൽ, എന്റെ ഭാര്യനെ ഇനി ഞാൻ മോശമായി വെറുപ്പിക്കുന്ന രൂപത്തിൽ ഇനി ഞാൻ സംസാരിക്കൂല, എന്റെ ഭർത്താവിനോട് ഞാൻ മോശമായി പെരുമാറൂല എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നമ്മൾ ആ ആഘോഷം ആഘോഷിച്ചതെങ്കിൽ നമുക്കത് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് മുഴുവനും അങ്ങോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് നബിചര്യ പിൻപറ്റുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ കുറെ മഹാന്മാരുണ്ട് നമുക്ക് മുൻഗാമികളായി കഴിഞ്ഞു പോയ, ഗാന്ധിജി, അതുപോലെ കുറെ ആളുകളുണ്ട്, പെട്ടെന്ന് പേരിട്ടുന്നില്ല. ഇവരെയൊക്കെ നമ്മൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ അവരുടെ ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മൾ നമ്മുടെ ഉള്ളിൽ മാറ്റം വരുത്തി നല്ല ഒരു ലൈഫ്, സന്തോഷമുള്ളൊരു ലൈഫ്, സമാധാനമുള്ളൊരു ലൈഫ് നമ്മുടെ മക്കൾക്കും നമ്മുടെ മരുമക്കൾക്കും പേരമക്കൾക്കുമൊക്കെ ജീവിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇനി 2 റൂമിൽ കിടക്കുന്ന ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ ഒരു കട്ടുമ്മൽ കിടന്നുകൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക. നമ്മുടെ മനസ്സിലുള്ള ഈഗോ കെട്ടയക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് സാധിക്കും. അല്ലെ, ഇമോഷൻസിനെ പോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ നന്നായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുക. കഴിയുന്നത്ര സ്നേഹം, ഇമോഷൻസ്, അതായത് സ്നേഹം എന്നുള്ളത് നമുക്ക് പീടിയെന്ന് വാങ്ങിക്കൊടുത്ത് കാണിക്കാൻ കഴിയൂല. ദുഃഖം നമുക്ക് വേഗം കിട്ടും. കാരണം രാവിലെ എണീച്ച് അടുക്കളയിലേക്ക് വന്നാൽ മതി. അപ്പോ എന്തെങ്കിലും ഒരു പിഴവ് നമ്മളെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം കിട്ടും നമുക്ക് ദുഃഖം. നമ്മൾ ചെയ്തതൊക്കെ വെള്ളത്തിലായും കൊണ്ട് എന്നും ഇങ്ങനെ തന്നെയാണ്, എന്ത് ചെയ്താലും ശരിയാവൂല, അപ്പോഴേ ഞാൻ വിചാരിച്ചിന് അതങ്ങനെ ആവും.
ഈ രൂപത്തിൽ നെഗറ്റീവ് അങ്ങോട്ട് പറഞ്ഞ് നമ്മളത് തളർത്താൻ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് അവനവന്റെ ഉള്ളിലുള്ള ആ എനർജിയെ, ആ ആത്മാവിനെ നമ്മൾ സംസ്കരിക്കുക. നമ്മുടെ വേദനിപ്പിച്ച അനുഭവങ്ങളെ, ഇമോഷൻസിനെ പുറത്തേക്ക് പോക്കിക്കൊണ്ട് അതിനെ സ്ട്രോങ് ആക്കി രോഗത്തോടും ഒക്കെ വിട പറഞ്ഞ് നല്ലൊരു അവസ്ഥയിലേക്ക് മരിക്കുന്നത് വരെ നല്ല ആരോഗ്യത്തോടെ എനിക്ക് വേണ്ടത് ഞാൻ എടുക്കും, എനിക്ക് വേണ്ട പണികൾ ഞാൻ ചെയ്യും, ഞാൻ സന്തോഷത്തോടെ ജീവിക്കും എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് നല്ല ഒരു ലൈഫിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന അഫർമേഷൻ ആണ് നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കുക. അതിനനുസരിച്ചുള്ള ഒരു ലൈഫാണ് നമുക്ക് കിട്ടുക. ഓക്കെ, എല്ലാവരും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ അതിൽ നല്ലതെന്തുണ്ടോ അത് സ്വീകരിച്ചുകൊണ്ട് ആദ്യം എന്നിൽ മാറ്റം വരുത്തി, അതുപോലെ നിങ്ങളിലും മാറ്റം വരുത്തി അടുത്ത തലമുറക്കെങ്കിലും മാതൃകാരൂപത്തിലുള്ള ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കട്ടെ എന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഓക്കെ, അസ്സലാമലൈക്കും. നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ നിസ്കരിക്കേനി, അതാ എടുക്കാൻ പറ്റാഞ്ഞ്. എന്താണ് നിങ്ങള് വിളിക്കുമ്പോഴേ, ഫോൺ ചെയ്യുമ്പോഴേ ഞാൻ നിസ്കരിക്കേനി, അതാ എടുക്കാൻ പറ്റാഞ്ഞെന്നറിയാം. പിന്നെ ഈ ഇതുണ്ടല്ലോ, എന്താണ് വെബിനാർ, എന്നാണത്? ഹലോ, കേക്കില്ല? ആ വെബിനാർ എന്നാണെന്ന് വെക്കുക. ഓക്കെ, ഹലോ, ശരിയായോ? ഓ ഓക്കെ. നിങ്ങൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി എടുത്തു തന്ന ക്ലാസ് വളരെ ഉപകാരപ്രദമായിരിക്കുന്ന. അള്ളാഹു നിങ്ങൾക്കും കുടുംബത്തിനും ഇതിന് പ്രതിഫലം തരട്ടെ. കേട്ടിരിക്കുന്ന നമ്മൾക്കും അത് വളരെ അനുഗ്രഹീതമാക്കി തരട്ടെ. നന്ദി. ഇനി ആരെങ്കിലുമൊക്കെ പറയും മക്കളെ, ഞാൻ ഇന്നങ്ങനെ എപ്പോഴും പറയണത്. ഓക്കെ, എല്ലാവരും ഇതുവരെ ക്ഷമിച്ച് കേട്ടല്ലോ. അപ്പോ ഇത് നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ, അതുപോലെ എനിക്കും ഉപകാരപ്പെടട്ടെ. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ക്ഷമിച്ച് കേട്ടതിന് ഞാൻ പ്രത്യേകം സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഇത്തരം വാക്കുകൾ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നിർത്തുകയാണ്. ഓക്കെ.